ലക്ഷങ്ങൾ ചെലവഴിച്ച് തളിപ്പറമ്പ് ഹൈവേയിൽ നിർമ്മിച്ച ബസ് സ്റ്റോപ്പിൽ നിന്നാൽ മഴയിൽ നനയേണ്ട അവസ്ഥയിലാണ് യാത്രക്കാർ. തിങ്കളാഴ്ച വൈകിട്ട് പെയ്ത ശക്തമായ മഴയിലും കാറ്റിലും ഇരിപ്പിടത്തിൽ ഉൾപ്പെടെ വെള്ളമായതോടെ യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടിലായി. മേൽക്കൂരയ്ക്ക് ചോർച്ചയുള്ളതായും പരാതിയുണ്ട്. ലക്ഷങ്ങൾ ചിലവഴിച്ചാണ് തളിപ്പറമ്പ് ഹൈവേയിൽ കണ്ണൂർ ഭാഗത്തേക്ക് ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചത്. എന്നാൽ മഴയിൽ നിന്ന് രക്ഷ തേടി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ കയറുന്ന യാത്രക്കാർക്ക് നനയേണ്ട അവസ്ഥയാണിപ്പോൾ. തിങ്കളാഴ്ച വൈകിട്ട് പെയ്ത മഴയിൽ ഇരിപ്പിടത്തിൽ ഉൾപ്പെടെ വെള്ളമായതോടെ യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടിലായി. ബസ് സ്റ്റോപ്പിന്റെ മേൽക്കൂരയ്ക്ക് ചോർച്ചയുള്ളതായും പരാതി ഉയരുന്നുണ്ട്. ഓടുകൾക്കിടയിലൂടെ വെള്ളം ഇരിപ്പിടത്തിലേക്ക് വീഴുന്നുണ്ട്. മഴ പെയ്താൽ സമീപത്തെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നുള്ള വെള്ളം ബസ് സ്റ്റോപ്പിന് സമീപത്തേക്ക് ശക്തിയായി കുത്തി ഒഴുകുകയാണ്. ഒഴുകിയെത്തുന്ന വെള്ളം ഇവിടെ കെട്ടിക്കിടക്കുന്ന അവസ്ഥയുമാണ്. ബസ് സ്റ്റോപ്പിന് മുകളിലെ വെള്ളം ഒഴുക്കിക്കളയാൻ കൃത്യമായ പൈപ്പ് സംവിധാനമില്ലെന്നും ആക്ഷേപമുണ്ട്. ഇത് ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ പണിത് വൈറ്റ് ഷർട്ട് പണി കെട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. പൊതുജനങ്ങൾക്കായാലും ആർക്കായാലും മഴ പെയ്താൽ ഇതിന്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ ഭാഗത്തുനിന്നും ഈ ഭാഗത്തുനിന്നും എല്ലാം വെള്ളം വീണിട്ട് ഡ്രസ്സെല്ലാം മൊത്തം നനഞ്ഞിട്ട് കുട്ടികളെ കൊണ്ടുപോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ളത്. മേളിന്ന് ഇതാ ഈ ഒരു ഭാഗത്തുനിന്ന് വെള്ളം വീഴുന്നുണ്ട്. ഈ ജോയിന്റ് വരുന്നില്ലേ, ആ ജോയിന്റിന് വെള്ളം വീഴുന്നുണ്ട്. എന്താ പറയേണ്ടത്? കാരണം എന്ന് വെച്ചാല് ഇന്നത്തെ ശക്തമായി പെയ്ത മഴയിൽ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറെ കുട്ടികളും ചെറിയ കുട്ടികളും സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു. എവിടെ ഇരിക്കാനും നിൽക്കാനും പറ്റാത്തൊരു അവസ്ഥയായിരുന്നു ഇന്നത്തെ ഈ കണ്ടീഷനിൽ. കാരണം എവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, കംപ്ലീറ്റ് ചോർന്നൊരു വെള്ളമായിരുന്നു. അപ്പൊ എന്താന്നുള്ളത് അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് കണ്ണു തുറന്ന് കാണുകയും ഇതിനുള്ള നല്ല സംവിധാനം ഒരുക്കണമെന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാരെന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. വരും ദിവസങ്ങളിലും മഴ കൂടുതൽ ശക്തമായേക്കാം. ഇക്കഴിഞ്ഞ മാർച്ചിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. നിരവധി പേർക്ക് കയറി നിൽക്കാൻ സാധിക്കുന്ന ബസ് സ്റ്റോപ്പിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.